നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഭസ്മനിർമ്മാണം. ശിവരാത്രി നാളിൽ മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരുന്തൽക്കോവിലപ്പൻ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായി വരുന്ന ഭസ്മം ക്ഷേത്രത്തിലെ തന്നെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വീഡിയോ കാണുക. മറ്റു ക്ഷേത്രങ്ങളിലും ഇത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. നാടൻ പശുവിൻ്റെ ചാണകത്തിൽ നിന്നാണ് ഈ ഭസ്മം ഉണ്ടാക്കിയിരിക്കുന്നത്. മഹാദേവ എന്നു വിളിച്ചു ശങ്കര ശംഭോ മഹാദേവ നീങ്ങോത്തു വാഴും ശ്രീ ശിവശംഭോ ശങ്കര പരമശിവ പരിപാവനമാ പരമശിവ സങ്കടങ്ങളെല്ലാം ഒഴിച്ചിടണേ, സങ്കടങ്ങളെല്ലാം ഒഴിച്ചിടണേ. ചാണകത്തിനായി വെളുത്ത പശു അല്ലെങ്കിൽ പൂവാലി പശു, തനിനാടൻ ഇനത്തിൽപ്പെട്ട പശുക്കളിൽ നിന്നാണ് ചാണകം ശേഖരിക്കുന്നത്. ഭസ്മം അല്ലെങ്കിൽ വിഭൂതി ഉണ്ടാക്കുന്നതിനായി ശേഖരിച്ച ചാണകം ശുദ്ധത വരുത്തിയ സ്ഥലത്ത് കൂട്ടി ഉണക്കി ക്ഷേത്രമേൽശാന്തി ദീപം പകർന്നു നൽകി അത് വെച്ചാണ് ഈ ചാണകം കത്തിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് ശിവനാമം ചൊല്ലിക്കൊണ്ട് ഈ ചാണകം കത്തി അമരുന്നത് വരെ ഓരോ ഭക്തരും കാത്തിരിക്കും. ഇങ്ങനെ ഈ ചാണകവരളി കത്തി അമർന്നാൽ അതിൽ ശിവഭഗവാൻ താണ്ഡവ നൃത്തമാടി എന്ന ഒരു സങ്കല്പം കൂടി ഇതിലുണ്ട്. ഇത്തരത്തിൽ കത്തിയമർന്ന ചാണകം 2-3 ദിവസത്തിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം 2-3-4 എത്ര തവണ വേണമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്ന ഭസ്മത്തിൽ അല്ലെങ്കിൽ വിഭൂതിയിൽ അല്പം കർപ്പൂരം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല സുഗന്ധം ലഭിക്കും. മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരുന്തൽക്കോവിലപ്പൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഓരോ ഭക്തനും ഈ പ്രസാദം അല്ലെങ്കിൽ ഈ വിഭൂതി, ഈ ഭസ്മം പ്രസാദമായി ലഭിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. വൈദ്യുതനായ സങ്കല്പത്തിൽ ശ്രീ തമ്പുരാൻ പെരുന്തൽക്കോവിലപ്പൻ്റെ അനുഗ്രഹം ഓരോ ഭക്തനും ലഭിക്കും എന്നാണ് അഷ്ടമംഗല്യ പ്രശ്നചിന്തയിൽ കണ്ടിരിക്കുന്നത്. മുഴുവൻ ഭക്തജനങ്ങളെയും മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരുന്തൽക്കോവിലപ്പൻ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ശിവരാത്രി നാളിൽ ഒരുക്കിയ ഈ ഭസ്മം ആവശ്യമുള്ളവർക്ക് ഓഫീസുമായി ബന്ധപ്പെടാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.